ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിന് അണ്ടിപ്പുട്ട് എന്ന് പറയും. നിലക്കടല യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കടലപ്പുട്ട് എന്ന് വിളിക്കാം. ഇനി ഇത് രണ്ട് യൂസ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, അരിയുണ്ടാന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരി, നമ്മൾ ചോറ് വെക്കുന്ന അരി എന്ത് ചെയ്യാം, നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കിതിനെ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് എന്ത് ചെയ്യുക, വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് മീൻസ് ഇങ്ങനെ പൊരുപൊരുന്നനെ ആയി കിട്ടണം. എന്നിട്ട് നമ്മളതിനെന്ത് ചെയ്യണം, മിക്സിയിലിട്ടടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അടുപ്പത്ത് കഴുകിയ അരി നന്നായിട്ട് വറുത്തെടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ കാഷ്നട്ട് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം അരി ഇതാ നന്നായിട്ട് പൊരുപൊരുന്നനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി കാഷ്നട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചുടുക എന്ന് പറയില്ല, നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വേവിച്ച് മീൻസ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തേങ്ങ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു ശർക്കരയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ശേഷം മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ എന്താ പറയുക, ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാഷ്നട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കരുത്, കുറച്ച് അങ്ങനെ തരിതരിന്നനെയായിട്ട് പൊടിച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ നെക്സ്റ്റ് അരി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അരി പൊടിച്ചെടുത്തത് ഒരിത്തിരി കൂടുതൽ പൊടിഞ്ഞോ എന്നൊരു സംശയം. കാരണം എന്താ വെച്ചാൽ ഇത്രയും പൊടിയണ്ട. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തരുന്നതിനുള്ള രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞാൽ ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ഈ പൊടിച്ചിട്ടുള്ള അരിയും കാഷ്നട്ടൊക്കെ പാടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണേ, ശർക്കര ഉരുക്കിയിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അത് കാരണം നന്നായിട്ട്. പിന്നെ നമ്മൾ ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. മധുരം കുറവാന്ന് തോന്നിയപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെറിയ കഷ്ണം ശർക്കര ഉരുക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞ് ബോൾ പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ 4 മണിക്ക് ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളതിൽ ഒക്കെ ഓരോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.